ഹായ് ഫ്രണ്ട്സ്, ക്രാഫ്റ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജൂട്ട് ത്രെഡ് വെച്ചിട്ടുള്ളൊരു വാൾ ഡെക്കറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു ഫ്രെയിമാണ്. സർക്കിൾ ഷേപ്പിലുള്ള ഫ്രെയിമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു മെറ്റലിൻ്റെ ഫ്രെയിമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മെറ്റലിൻ്റെ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡിൽ അത് വെട്ടിയെടുക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മെറ്റൽ ഫ്രെയിമിന് ചുറ്റും നമ്മൾ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. ഗ്യാപ്പില്ലാതെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുക്കേണ്ടത് ജൂട്ട് ത്രെഡിൻ്റെ നീളത്തിലുള്ളൊരു പീസാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിന്നായതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 4 ഇഴ എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള ജൂട്ട് ത്രെഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഇഴ എടുത്താൽ മതിയാവുമായിരിക്കും. ഇനി ഈ പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഡയാമീറ്ററിൻ്റെ ഡബിളാണ് വരിക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്കിൾ ഫ്രെയിമിലേക്ക് നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ ഒരു 20 പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഫ്രെയിമിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഈ നമ്പർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് മുകളിലത്തെ ഈ ഒരു പോർഷനിൽ മാത്രമാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് കെട്ടാം. നമ്മൾ കെട്ടുമ്പോൾ 2 പീസുകൾ തമ്മിൽ ഒരു ഫിംഗർ ഗ്യാപ്പിലാണ് നമ്മൾ കെട്ടേണ്ടത്. പിന്നെ കെട്ടുമ്പോൾ ഓരോ പീസും നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ 20 പീസും നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്ന ഒരു പോർഷനിൽ മാത്രമാണ് ഈ ത്രെഡ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. ഓരോന്നും 1 ഫിംഗർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ കെട്ടുന്നത്. നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളൊരു ട്രീയുടെ ഷേപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടാണ് ഈ പീസുകളെല്ലാം ആദ്യം വരുന്നത്. അപ്പം നമ്മൾ ട്രീ ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് മിഡിൽ പോർഷനിലുള്ള 2 സ്ട്രിങ്സ് നമ്മളെടുത്തിട്ട് കൂട്ടി പിരിക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കണം. ഒരു കുറച്ച് പോർഷൻ വരെ നമുക്ക് പിരിച്ചാൽ മതിയാവും. അത് കഴിയുമ്പോൾ ഒരു ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പേപ്പർ ക്ലിപ്പാണ്. അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. ഇനി ബാക്കിയുള്ള ബ്രാഞ്ചസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 3 സ്ട്രിങ്സൊക്കെ വെച്ച് കൂട്ടി പിരിച്ച് ഭംഗിയുള്ള ബ്രാഞ്ചസ് ആക്കി മാറ്റാം. ഇനി ഇതൊക്കെ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പേപ്പർ ക്ലിപ്പ് എടുത്തിട്ട് നമുക്കത് സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഈ ബ്രാഞ്ചസൊക്കെ ഈ മെയിൻ ബ്രാഞ്ചിലേക്ക് അറ്റാച്ച് ചെയ്ത് ഒരു ട്രീ ആക്കി മാറ്റാം. നമ്മുടെ ബ്രാഞ്ചസൊക്കെ നമ്മളിനി മെയിൻ ബ്രാഞ്ചിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ബ്രാഞ്ചസും മെയിൻ ബ്രാഞ്ചിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കട്ടിയുള്ളൊരു പോർഷൻ കിട്ടും. അതാണ് ട്രീൻ്റെ ട്രങ്കായി മാറുന്നത്.
ഈ ട്രങ്ക് നമ്മൾ എന്നിട്ട് നല്ല പോലെ ടൈറ്റ് ചെയ്ത് കൂട്ടിപ്പിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രെയിമിൻ്റെ താഴത്തെത്തുമ്പോൾ നമ്മൾ ഈ ട്രങ്കിൽ നിന്ന് തന്നെ ഒരു ഇഴയോ 2 ഇഴയോ അങ്ങനെ എടുത്ത് നല്ല പോലെ അത് ടൈറ്റ് ചെയ്ത് കെട്ടുക. അപ്പോൾ പിരിഞ്ഞത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ട്രങ്കിൽ നിന്നും ഇനി നമ്മൾ 4 or 5 ഇഴകളെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ അടിയിൽ കെട്ടുകയാണ്. ഫ്രെയിമിൻ്റെ അടിഭാഗത്ത് നമ്മൾ കെട്ടുകയാണ്. ഇത് ട്രീൻ്റെ റൂട്ട്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രാഞ്ചസ് പോലെ അത്ര വൈഡായി പോവാതിരിക്കാനായിട്ട് നോക്കണം. റൂട്ട്സ് കെട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ താഴത്തേക്ക് ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ റൂട്ട്സൊക്കെ കെട്ടി ബാക്കിയുള്ളത് അടിയിലേക്ക് ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഇനി ഫ്രെയിമിൻ്റെ മുകളിൽ സെൻറ്ററിലായിട്ട് നമുക്കൊരു ത്രെഡ് വെച്ച് കെട്ടി വോളിൽ ഹാങ് ചെയ്തിടാം. ജൂട്ട് ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് നാരുകൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു ലൈറ്റർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് കരിഞ്ഞ് പൊക്കോളും. അപ്പോൾ അത് ഭംഗിയാവും.